الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയത്തിനും സന്തോഷത്തിനും വേണ്ടി നൽകിയിട്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. വിശുദ്ധ ഖുർആനിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും അക്കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് നൽകുകയും മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം അല്ലാഹു തആല അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ഒരു പ്രകൃതി മതമാണ്. ഈ പ്രകൃതിയോട് ചേർന്നതാണ് ഇസ്ലാമിലുള്ളതെല്ലാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മീയതയും ഭൗതികതയും, അത് രണ്ടും ഒരുമിച്ച് ചേർത്തിയിരിക്കുന്നു എന്നതാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ അത് വിശ്വാസകാര്യങ്ങളും ആരാധനാകാര്യങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ആത്മീയതയുടെ ഭാഗമാണ്. ഭൗതികമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ ഭക്ഷണം, വസ്ത്രം, വെള്ളം, പാർപ്പിടം തുടങ്ങിയത്, ജോലി, ഇതൊക്കെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളാണ്. ഇസ്ലാം അത് രണ്ടും പരിഗണിക്കുകയും ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വസ്തുക്കളെല്ലാം ഉപയോഗപ്പെടുത്തുവാനും അതിൽ ഹറാം ഏത് ഹലാൽ ഏത് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുമുള്ള നിർദ്ദേശം നൽകി. അതുകൊണ്ട് തന്നെ ആനന്ദം, ആസ്വാദനം, വിനോദം, ആഘോഷം തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് എന്ന നിലക്ക് അല്ലാഹു തആല അത് അനുവദിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിൽ ഒരാഘോഷവും പാടില്ല, ഒരു വിനോദവും പാടില്ല, അങ്ങനെയില്ല. വിനോദമാവാം, ആഘോഷമാവാം, സന്തോഷമാവാം, അതിനൊക്കെ തന്നെ നിയമങ്ങളും പരിധികളും ഉണ്ട് എന്ന് മാത്രം. അല്ലാഹു പറയുന്നുണ്ട്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, നീ നിന്റെ മുഖത്തെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിന്നെ തന്നെ നീ തിരിച്ചുവെക്കുക. ലിദ്ദീനി ഹനീഫ, ഈ ദീനിന്റെ നേർക്ക്. ദീനായിരിക്കണം പ്രധാനം, ദീനിന്റെ അനുഷ്ഠാനങ്ങൾ, കാര്യങ്ങൾ, കൽപ്പനകൾ, നിരോധങ്ങളൊക്കെ. ആ നിലയിൽ ദീനിന്റെ നേർക്ക് നിന്നെ ഋജുമനസ്കനായി നേർക്ക് നേരെ തിരിച്ചുവെക്കുക. ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. ഫിത്രത്തല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച പ്രകൃതി, അതാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ച പ്രകൃതി. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുക സാധ്യമല്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഖയ്യിമായ നിലനിൽക്കാൻ അർഹതയുള്ള ദീൻ. ഏതാണ് ദീൻ? ഇസ്ലാമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ച ആ പ്രകൃതിയുമായി ചേർന്നു പോകുന്നതാകുന്നു എന്നാണ്. പക്ഷേ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നും
അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നത് ദുർവ്യയം, ആർഭാടം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്, അതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ്, പണം ചെലവഴിക്കുന്നതിലുള്ള സൂക്ഷ്മതക്കുറവിനെക്കുറിച്ചാണ്. അതൊക്കെ ഹറാമാണ് എന്നതാണ്. അന്ന് നമ്മൾ പറഞ്ഞു, ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ശൈത്താന്മാരുടെ സഹോദരങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, ശൈത്താൻ തന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനുമാണ് എന്ന്. ഇപ്പൊ ശൈത്താനെ പോലെ നന്ദികെട്ടവരായി പോകും നമ്മൾ ശൈത്താന്റെ പാത പിൻപറ്റിക്കൊണ്ട് ദുർവ്യയം ചെയ്താൽ എന്നാണ് അർത്ഥം. അന്ന് ഞാൻ അതിന് അർത്ഥം പറഞ്ഞപ്പോഴേ ശൈത്താൻ റബ്ബിനോട് നന്ദി കാണിച്ചവനാണ് എന്നാണ് നാക്കുപിഴയിൽ പറഞ്ഞു പോയത്. അർത്ഥം ശൈത്താൻ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ്, നന്ദിയുള്ളവരാവണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിനോദമാവാം, ഉല്ലാസമാവാം, ആഘോഷമാവാം എന്നൊക്കെ. അതിലിപ്പോ നമ്മളെല്ലാം കുടുങ്ങിയിരിക്കുന്ന, പെട്ടുപോയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ എല്ലാവരും കൊണ്ടാടുന്ന ചില ആഘോഷങ്ങളാണ്. അതിലൊന്ന് വിവാഹം, മറ്റൊന്ന് ഭവന നിർമ്മാണം, അതുപോലെ തന്നെ വീട് കുടിയിരിക്കൽ, അതുപോലെ മതപരമായ ചില ആഘോഷങ്ങൾ, ചില സമ്മേളനങ്ങൾ, ചില പരിപാടികൾ. ഇതൊക്കെ തന്നെയും ദുർവ്യയമാവുന്നതും ആർഭാടമാവുന്നതും ഉണ്ടോ എന്ന് നാം നോക്കണം. അതിലൊന്നും അതിര് കവിയാൻ പാടില്ല. പണമുള്ള ആളുകൾ പണം ചെലവഴിക്കണം. ആ പണം ചെലവഴിക്കുന്നതിലൂടെയാണ് പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഒരു പണക്കാരൻ ഒരു വീട് നിർമ്മിച്ചാൽ ആ വീട് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് ജോലി കിട്ടും. കഴിവുള്ള ഒരാൾ കുറെ ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് അതിന്റെ അനുബന്ധമായി ജോലി കിട്ടും. അത് സാമ്പത്തിക രംഗത്തെ ഒരു തത്വമാണ്. പണം ഒരാളുടെ കയ്യിൽ മാത്രം കുടുങ്ങി നിൽക്കാതെ എല്ലാവരിലേക്കും ലഭിക്കുന്നതായ ക്രമം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് നിർമ്മിക്കുന്നു, പാലം നിർമ്മിക്കുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. അത് പലതും അതിന് പണിയെടുക്കുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ളവർ പോലുമല്ല. അവരെന്തിനാ വന്നത്? കേരളത്തിൽ കുറച്ച് പാലം ഉണ്ടാക്കിയാൽ തർക്കമില്ല എന്ന് വിചാരിച്ചാണോ? അല്ലല്ലോ. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി, ജോലി എടുക്കാൻ വേണ്ടി, പണം കിട്ടാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ ഇതിനുള്ള പ്രശ്നം അനാവശ്യം, ധൂർത്ത്, ആർഭാടം തുടങ്ങിയവയിലേക്ക് നീങ്ങിപ്പോകുന്നു എന്നതാണ്. അതെങ്ങനെ നിയന്ത്രിക്കാം എന്ന് നാം നോക്കണം. ഒന്നാമത് വിവാഹത്തെക്കുറിച്ച് പറയാം. ഇന്ന് അതിന് സമയം ഉണ്ടാവുള്ളൂ. വിവാഹത്തിലുള്ള ചെലവ്, വിവാഹം ചെയ്യുന്ന പുരുഷൻ അവന്റെ ചെലവിൽ അവന്റെ സുഹൃത്തുക്കൾക്കോ കുടുംബക്കാർക്കോ നൽകുന്ന സദ്യയാണ് വലീമത്ത് എന്ന് പറയുന്നത്. വലീമത്ത് സദ്യ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പോൾ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഒരു സദ്യ, ഒരു സൽക്കാരം, അതിന്റെ പേരിൽ ആളുകൾക്ക് സാമ്പത്തിക ഭാരമുണ്ടാകാൻ പാടുണ്ടോ? അത് പാടില്ലല്ലോ. ഇപ്പൊ ഒരു മോളെ കല്യാണം കഴിക്കാൻ, മോൻ കല്യാണം 5 ലക്ഷം രൂപ ചെലവായി, 10 ലക്ഷം രൂപ ചെലവായി എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ അത് സാധ്യമാവില്ലല്ലോ. ഇപ്പൊ നിത്യത്തൊഴിലാളിയായ ഒരു മനുഷ്യന് മോളെ കല്യാണത്തിന് എവിടുന്നാണ് അയാൾക്ക് 5 ലക്ഷം രൂപ കിട്ടുക? അപ്പൊ അയാൾ എന്ത് ചെയ്യും? കടം വാങ്ങും. കടം വാങ്ങുന്നത് ബാങ്കിൽ നിന്നും പലിശ കമ്പനികളിൽ നിന്നും ആവും. അപ്പൊ അത് കിട്ടാൻ അയാളെ വീടും താമസവും നിൽക്കുന്ന സ്ഥലം, പുര ഒക്കെ കൊണ്ടുപോയിട്ട് പണയം വെക്കും. അത് അയാൾക്ക് അടച്ചു കൊടുക്കാൻ കഴിയാതാവുമ്പോൾ, കൊല്ലങ്ങളാവുമ്പോൾ പിന്നെ അത് ജപ്തിയാവും. ജപ്തിയാകുമ്പം പിന്നെ കുറെ ആൾക്കാർ കലക്ഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്താൽ അതങ്ങനെ പോവും, പലിശയിലേക്ക് പോവും. ഒരിക്കലും ഈ മനുഷ്യൻ രക്ഷപ്പെടില്ല. അപ്പൊ അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അവനവന്റെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം വിവാഹത്തിന് സൽക്കാരം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ കഴിയും? അത് കഴിയാൻ എന്തുണ്ട് വഴി എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിവാഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ ബീവിയെ വിവാഹം ചെയ്ത ശേഷം ഒരു പായസ വിതരണം നടത്തി. അതിന് അറബി പറയാ ഹൈസ് എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ വരാൻ പറഞ്ഞു. ഇതാണ് വലീമത്ത് എന്ന് പറഞ്ഞു. ഹൈസ് എന്ന് പറയുന്നത് ഈത്തപ്പഴവും എണ്ണയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു, നമുക്ക് വേണേൽ പായസം എന്ന് പറയാം,
റസൂലുള്ളാഹിന്റെ കല്യാണമാണത്, വെഡ്ഡിംഗ് സെറമണിയാണത്. അതിന് ഒരു പായസം വെച്ചു കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ശരീരത്തിൽ ചില മഞ്ഞ അടയാളങ്ങളൊക്കെ കണ്ടു, കുപ്പായത്തില് സുഗന്ധം പൂശിയത. റസൂൽ ചോദിച്ചു, എന്താണ് ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, തസവ്വജതു ഇംറഅതൻ, ഞാനൊരു കല്യാണം കഴിച്ചു റസൂലെ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവിടെ നോക്കണേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കല്യാണത്തിന് വിളിച്ചില്ല. ഇതാണ് അങ്ങനെയും നടന്നിരുന്നു. അതെല്ലാം അങ്ങനെ നടപ്പിലാക്കാനല്ല, അങ്ങനെയും നടന്നിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത ഒരു സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരു പണക്കാരനുമായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസ്ത്രത്തില് സുഗന്ധം പൂശിയത് കണ്ടിട്ട് ഇത് എന്താന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞു അതാണ് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമാ ബൈനകുമാ ഫീ ഖൈർ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു തആല ഖൈറിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ അങ്ങനെയും കല്യാണം നടക്കും എന്ന് മനസ്സിലായില്ലേ? മാത്രമല്ല എന്നിട്ട് പറഞ്ഞ ആ ഉലിം വല ഉബിഷാത്തിൻ, ഏതായാലും ഒരു വലീമത്ത് നടത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു വലീമത്ത് നടത്തുന്നു. അറബികൾക്ക് ആടിനെ അറുക്കാന്ന് പറഞ്ഞാൽ അന്നും ഇന്നും നമ്മളൊരു കോഴി അറുക്കുന്നൊക്കെ മാതിരി ഒരു ഗസ്റ്റ് വന്നാലൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ചെറുതാണെങ്കിൽ പോലും ഒരു വലീമത്ത് നടത്താൻ പറയുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ മാതൃകയായി നാം കാണേണ്ടത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല. ഒരു മനുഷ്യന് വിവാഹ സൽക്കാരം എന്ന് പറയുന്നത് അവന് താങ്ങാൻ കഴിയുന്നതായിരിക്കണം. ദീനിയായിട്ട് അവൻ കഷ്ടപ്പാടിലേക്ക് നീങ്ങി ഹറാമായ നിലക്ക് പണമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവാനും പാടില്ല എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നിക്കാഹ്, കല്യാണം എന്ന് പറയുന്നത് നിക്കാഹ് മിൻ സുന്നത്തി, എന്റെ സുന്നത്താണ്. കല്യാണം കഴിക്കാന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആര് എന്റെ സുന്നത്ത് ഇഷ്ടപ്പെടുന്നില്ലയോ അവൻ എന്നിൽപ്പെട്ടവനല്ല. എല്ലാവരും കല്യാണം കഴിക്കാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, യുവാക്കളെ കണ്ടാൽ കല്യാണം കഴിക്കാൻ, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത ഫല്യതസവ്വജ്, ബാഅത്ത് ഉള്ള ആളുകൾ കല്യാണം കഴിക്കണം. ബാഅത്ത് എന്ന് പറഞ്ഞാൽ വിവാഹത്തോടനുബന്ധിച്ച് ആവശ്യമായ അടിസ്ഥാന ചെലവുകളാണ്. മഹർ കൊടുക്കണം, പെണ്ണിന് വസ്ത്രം വാങ്ങണം, താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ അവന്റെ കഴിവിൽപ്പെട്ട സദ്യ നൽകണം. ഇതിനൊക്കെ കഴിവുള്ളവർ കല്യാണം കഴിക്കണം. കഴിവില്ലാത്തവർ കുറേ അധികം ആളെ വിളിച്ചിട്ട് കല്യാണം നടത്തണം എന്ന് നാട്ടിലൊക്കെ പിരിവ് നടത്തണം, അങ്ങനെയല്ല. കഴിവില്ലാത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, നോമ്പെടുത്തോളാനാ പറഞ്ഞ്. കല്യാണം കഴിക്കാനുള്ള ബാഅത്ത്, സാമ്പത്തികമായ സുസ്ഥിരത കൈവന്നിട്ടില്ലാത്ത മനുഷ്യനോട് നീ നോമ്പെടുത്തോ. ഫൈന്നഹു ലഹു വിജ, അത് അവന് ഒരു പിടിവള്ളിയായിരിക്കും. എന്നാൽ സ്വയം നിയന്ത്രിച്ച് കല്യാണം കഴിച്ചില്ലെങ്കിലും കല്യാണം വരുന്നവരെ പോകാൻ ആത്മനിയന്ത്രണം സാധ്യമാകും അതുകൊണ്ട് എന്ന്. അപ്പൊ ദീനാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത്. അത് ദീനായതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നിക്കാഹ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിക്കാഹ് നടത്തിക്കൊടുക്കാൻ നമ്മൾ ഒരു പണ്ഡിതനെ വിളിക്കും, ഒരു ഖാലിയെ വിളിക്കും, അതിന് സാക്ഷികളുണ്ടാകും, അത് മഹല്ലിൽ രജിസ്റ്റർ ചെയ്യും, അവിടെ വെച്ച് ദുആ ചെയ്യും. ഇതൊക്കെ എന്താ? ഇത് ദീനായതുകൊണ്ടാ. ഒരു ഖാലി ഇല്ലെങ്കിലും പെണ്ണിന്റെ വലിയ നിക്കാഹ് ചെയ്തു കൊടുത്ത് അയാൾ സ്വീകരിച്ച് അതിന് സാക്ഷികളുണ്ട്, നിക്കാഹാവും. പക്ഷെ അതിന് അതിൻ്റെതായ ചില ചിട്ടകളും ചില സമ്പ്രദായങ്ങളും ഉണ്ട്. ഇത് ദീനാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അത് ദീനാവാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഏറ്റവും അവർക്ക് ബഹുമാനമുള്ള ഒരു ഉസ്താദിനെ വിളിക്കും. ഞാൻ കണ്ടു നിക്കാഹിന്റെ വേളയിൽ തലയിൽ ഇങ്ങനെ ടവല് കെട്ടാമെന്ന്, അതും ദീനപ്പെട്ടതല്ല, ഇത് ആവശ്യമില്ല. ഒരാൾ ടവലിടുന്നെങ്കിൽ വിരോധമില്ല. നിങ്ങൾ ടവല് കിട്ടാഞ്ഞിട്ട് എനിക്ക് 5 മിനിറ്റ് കൂടി ടവല് കൊണ്ടുവരാൻ പോയിക്കുന്നു. അത്ര അത് ദീനാണെന്ന് വിചാരിച്ച് ദീൻ നടപ്പിലാക്കാൻ നോക്കുന്ന ആളുകളെ ആ നിക്കാഹിന് പിയാപ്പിള വരുന്നത്, ആ നിക്കാഹിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നത്, നിക്കാഹ് കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ നിന്ന് കാട്ടിക്കൂട്ടും. ഇതിലൊന്നും ദീനില്ല. ഏറ്റവും നല്ല ഒരു ഉസ്താദ് വേണം നിക്കാഹ് നടത്താൻ, അത് ഗംഭീരാവുകയും ചെയ്യണം. എടാ ആ ഉസ്താദിന് പോലും അവിടെ നിന്നൂടാത്ത വിധത്തിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആക്കി തീർക്കുകയും ചെയ്യും. നമ്മൾ മടങ്ങണം.
നമ്മൾ മടങ്ങിയിട്ട് നമ്മുടെ ദീനിന്റേതായ അവസ്ഥയിലേക്ക് പോകണം. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് എന്തു വേണം? നമുക്കതിന് ചില വഴികൾ കണ്ടെത്തണം. ഇവിടെ കോഴിക്കോട്ടാണല്ലോ ഞാനിത് പറയുന്നത്. ഒരു 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വളരെ കൂടുതൽ വിവാഹത്തിന്റെ ചെലവുകൾ, ആർഭാടങ്ങൾ, അതുപോലെ ആഭരണങ്ങൾ, ഇതൊക്കെ വലിയ വിഷയമായപ്പോൾ ഇവിടുത്തെ കോഴിക്കോട് പട്ടണത്തിലെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളിലും പെട്ട, എല്ലാ സംഘടനകളിലും പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ചുകൂടി. നമ്മൾ എന്ത് ചെയ്യും? അതിന് നേതൃത്വം നൽകിയത് മർഹൂം പ്രൊഫസർ വി മുഹമ്മദ് സാഹിബായിരുന്നു. ഫാറൂഖ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. എന്നൊരു സമിതി ഉണ്ടാക്കി. അതിന്റെ പേര് മുസ്ലിം സംഘടന ഏകോപന സമിതി എന്ന രജിസ്റ്റർ ചെയ്തൊരു സംഘടന. എന്നിട്ട് ചർച്ച ചെയ്തു. അതിലെല്ലാ സംഘടനയിലെ ആളുകളുണ്ട്. അതിന് മുൻപന്തിയിൽ പല പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ KNM ഉണ്ടായിരുന്നു, ബിസ്മി ഉണ്ടായിരുന്നു, MSS ഉണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, സമസ്തയുടെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നടപ്പിലാക്കാൻ സമയമായപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. എങ്ങനെ നമുക്ക് വിവാഹം ലളിതമാക്കാം, ഒരു ഭാരമാവാതെ നടത്താം. 15-16 കാര്യങ്ങൾ അതിൽ അവർ കണ്ടെത്തി. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും സന്തോഷത്തിൽ വിവാഹം നടത്താം, ഭാരമില്ലാതെ. എന്നിട്ട് അതിന്റെ ഒരു കരട് എല്ലാ മുസ്ലിം സംഘടനകൾക്കും അയച്ചു കൊടുത്തു. 20ഓളം സംഘടനകൾ, ചെറുതും വലുതുമായ ഈ കോഴിക്കോട് പട്ടണത്തിലുള്ള സംഘടനകൾ. അങ്ങനെ അവരൊക്കെ അവരുടെ സംഘടനയെ ചർച്ച ചെയ്ത് അത് തിരിച്ചയച്ച് അവസാനം ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ്. എന്താ പറയുക, നമ്മളെങ്ങനെ ഇത് തിരിച്ചു പിടിച്ചു കൊണ്ടുവരണമല്ലോ. അതിലൊന്ന്, നിക്കാഹ് ഒരൊറ്റ ചടങ്ങ്, കല്യാണം എന്ന് പറഞ്ഞ ഒറ്റ ചടങ്ങ് മതിയെന്ന് വെക്കുക. ഇപ്പം എന്തുണ്ടാവുമെന്നറിയാം, ഒരു നിശ്ചയം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ്, 200 ആളുകൾ 300 ആളൊക്കെ പങ്കെടുക്കുന്ന നിശ്ചയം. അതാണ് ഏറ്റവും നല്ല ഓഡിറ്റോറിയം. ക്ഷണിക്കുന്നത് ആരാ? സാധാരണ നിശ്ചയം എന്ന് പറഞ്ഞാൽ 2 കുടുംബത്തിലെയും കാര്യപ്പെട്ട ആളുകൾ, കാരണവന്മാര്, അവരൊക്കെ ഒന്ന് കൂടിയിരുന്നിട്ട് വേണേ മഹല്ലിലെ പ്രധാനപ്പെട്ട ആളെയും കൂട്ടിയിട്ട് ഇന്ന ദിവസം നമുക്ക് കല്യാണം നടത്താം, കലണ്ടറൊക്കെ വെച്ച് അങ്ങനെയുള്ളത്. അതിനാണ് ഒരു ബന്ധവുമില്ലാത്ത, കുടുംബക്കാരനല്ല, മഹല്ലിലെ ഭാരവാഹിയല്ല, ഒന്നുമല്ല, അങ്ങനത്തെ ആൾക്കാരെ, പ്രമുഖരെ ഒക്കെ വിളിച്ചിട്ടാണ് നിശ്ചയം നടത്തുന്നത്. പിന്നെ അന്ന് നിശ്ചയിക്കുന്ന നിക്കാഹായിരിക്കും. അന്ന് കല്യാണം പിന്നെ വരുന്നത്. അതിനും ഉണ്ടാവും ആയിരക്കണക്കിന് ആള്. അതും ഇതുമാതിരി ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഭക്ഷണം. പിന്നെ ഈ പെണ്ണിനെ നമ്മൾ കല്യാണം നിശ്ചയിച്ചാൽ അതിന്റെ 2-3 ദിവസം മുമ്പ് പല പേരിട്ടുമുള്ള കല്യാണങ്ങൾ, അന്നൊക്കെ വേറെ വേറെ വസ്ത്രങ്ങൾ, പിന്നെ കല്യാണം, പിന്നെ അത് കഴിഞ്ഞാൽ സൽക്കാരം, ഇങ്ങനെ അനുബന്ധമായി പോകുന്ന ഒരൊറ്റ ചടങ്ങിൽ വിവാഹം ഒതുക്കാൻ നോക്കുക. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അടുത്ത് കുറച്ചു മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ഇൻവിറ്റേഷനിൽ വിവാഹം ഇന്ന ഓഡിറ്റോറിയത്തിൽ ഇത്ര മണിക്കെന്നൊക്കെ പറഞ്ഞാൽ താഴെ MD തലേ ദിവസം വീട്ടിൽ പരിപാടികളൊന്നുമില്ലാണ്. വളരെ നല്ലത്. അതായത് തലേ ദിവസവും ഒരു കല്യാണമാണല്ലോ എല്ലാ വീട്ടിലും. മർഹൂം TM സാവാൻകുട്ടി സാഹിബ്, മുൻ പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയുടെ ചെയർമാനായിരുന്ന, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നമുക്കെല്ലാം അറിയായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു കല്യാണം, മകന്റെ മകളെ ഒരു കല്യാണത്തിന് അദ്ദേഹം ഒരു കത്തയച്ചു. കല്യാണത്തിന് വരേണ്ട വളരെ പ്രധാനപ്പെട്ട കുടുംബക്കാരായ ആളുകൾക്ക് ഇന്ന ദിവസം എന്നെ അടുത്തെന്നൊക്കെ അറിയിച്ച്, പൊതുവായിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ച കത്തിൽ ഇങ്ങനെ കല്യാണം ഇന്ന ദിവസമാണ്, നിങ്ങൾ അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് കേരളത്തിലെ പ്രമുഖമായ ഒരു മലയാള വാരികയിൽ അന്നത്തെ സാഹിത്യരംഗത്ത് അറിയപ്പെട്ട AP ഉദയഭാനു അദ്ദേഹം ഒരു ലേഖനം എഴുതിയതിനെക്കുറിച്ച്, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഇൻവിറ്റേഷനാണിത് എന്ന്. എന്താ, എന്റെ മകന്റെയോ മകളെ കല്യാണമാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. അത് എവിടെ വെച്ചാണ്, എത്ര മണിക്കാണ് ആ കത്തിലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയും മതിയാവും. ചിലരോട് സമ്മതം വാങ്ങിയാൽ മതിയാവും, ചിലരെ അറിയിച്ചാൽ മതിയാവും, ചിലരൊക്കെ പിന്നെ അറിഞ്ഞാലും മതിയാവും. ഒരൊറ്റ ഫംഗ്ഷനാക്കി വിവാഹം ചുരുക്കണം എന്നതാണ്. മറ്റൊന്ന്, ഭക്ഷണം ദുർവ്യയം ചെയ്യാതിരിക്കണം. എത്ര ആളാണോ വിളിച്ചത് അവർക്ക് ഫുഡ് കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു അതിഥി വരുമ്പോൾ വേണ്ട ഒരു പരിഗണന വേണം. അതിലധികം കണ്ടമാനം ഭക്ഷണം. അപ്പം എന്നിട്ട് ആ ഭക്ഷണങ്ങൾ വേസ്റ്റായ ആളുകൾ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ ആദ്യമുള്ള ഭക്ഷണം തന്നെ എടുത്ത് വയറ് നിറക്കും. പിന്നെയാണ് കുറെ ഐറ്റം ഭക്ഷണം കാണും. ചിലപ്പോൾ അത് പിന്നെ വേസ്റ്റാവും, കുഴിച്ചു മൂടേണ്ടി വരും. അതും നമ്മൾ കരുതേണ്ടതാണ്. മിതമായിരിക്കണം അതും. പിന്നെ ആളുകളുടെ എണ്ണം കുറക്കണം. ആളുകളുടെ എണ്ണം കുറക്കാൻ കഴിയാതിരിക്കുന്ന എന്താ അറിയോ, നമ്മളൊക്കെ ഒരുപാട് കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചാലേ, പിന്നെ എന്റെ വീട്ടിൽ കല്യാണം വരുമ്പോൾ അവനെ വിളിക്കാൻ ഞാൻ മോശമല്ലേ? അത് കഴിയില്ല. അവിടെ നമ്മൾ കണ്ണടയ്ക്കാനേ പറ്റുള്ളൂ. കാരണം ഒരു
ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളെയും സാധാരണ ഒരു മനുഷ്യൻ കല്യാണത്തിന് വിളിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു വാർഡിലുള്ള മുഴുവൻ ആളുകളെയും, അറിയുന്ന എല്ലാ ആളുകളെയും അങ്ങനെ വേണ്ട. ഇത് അന്ന് ആ നിർദ്ദേശത്തിൽ പറഞ്ഞ എന്താണെന്നറിയാം? വിവാഹത്തിന് ആളെ ക്ഷണിക്കുമ്പോൾ വളരെ അടുത്ത കുടുംബക്കാരെയും വളരെ അടുത്ത അയൽവാസികളെയും വളരെ അടുത്ത സുഹൃത്തുക്കളെയും വേണമെങ്കിൽ ക്ഷണിക്കാം എന്നാണ്. അത്ര മതി എന്നാണ്. ഈ വളരെ അടുത്ത എന്നത് വളരെ പ്രധാനമായി പരിഗണിച്ചാൽ ആളുകളുടെ എണ്ണം കുറയും. മറ്റൊന്ന് പറഞ്ഞത്, വിവാഹത്തിന്റെ ചെലവ് കുറയ്ക്കാൻ അത് വലിയ ചെലവില്ലാത്ത ആളുകൾക്ക് ഒരുമിച്ച് കൂടാവുന്ന പള്ളി, മദ്രസ അല്ലെങ്കിൽ സ്കൂള് അങ്ങനത്തെ സ്ഥലത്ത് വിവാഹം നടത്തിയാൽ അത് വളരെ ചെലവ് കുറയും. അതുപോലെ മറ്റൊന്നാണ് സംഘവിവാഹം. ഇപ്പോ ആ റോഡിലുള്ള വീട്ടിൽ നിന്ന് ഈ റോഡിലുള്ള വീട്ടിലേക്കാടും കല്യാണം. സിറ്റിയിൽ കോഴിക്കോട്ട് നമ്മുടെ തെക്കേപ്പുറത്തൊക്കെ അങ്ങനെയാണല്ലോ, അടുത്തടുത്തായിരിക്കും. അപ്പൊ ഇന്ന് വരേണ്ട ആൾക്കാരുടെ റിസപ്ഷനാ. അതിൽ പങ്കെടുക്കുന്ന അതേ ആളുകൾ തന്നെ നാളെ വധുവിന്റെ വീട്ടിൽ അവരുടെ റിസപ്ഷന് നാളെയും പോകണം. അത് വരാതെ ഒന്നിച്ച് നടത്തിയിട്ട് ഓരോരുത്തരും വിളിച്ച ആളുടെ എണ്ണം കണക്കാക്കിയിട്ട് അത് ഡിവൈഡ് ചെയ്താൽ ഹാളിന്റെ വാടക കുറയും, ഭക്ഷണത്തിന്റെ ചെലവും കുറയും, ആളുകൾക്കൊരു പണിയും കുറഞ്ഞിട്ടു. ഒരൊറ്റ പോക്ക് പോയാൽ മതിയല്ലോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ സംഘവിവാഹം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വിവാഹങ്ങൾ ഒരേ സ്ഥലത്ത് നടത്താൻ നോക്കുക. 2, 3, 4 അങ്ങനെ ഉണ്ടായിരുന്നു. ബിസ്മി കല്യാണമൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. സംഘടിതമായി വിവാഹം നടത്തുക, വളരെ കുറഞ്ഞ ചെലവേ ഉണ്ടാവുള്ളൂ. പിന്നെ വിവാഹത്തിന് നമ്മൾ ആളുകളെ വിളിക്കുന്നത് ഭക്ഷണം കുറച്ച് മതിയാവുന്ന ഒരു നേരത്തിന് വിളിക്കാം. ഇപ്പൊ അസറിന് ശേഷം നിക്കാഹ് എന്ന് പറഞ്ഞാൽ ചായയും ലളിതമായിട്ടുണ്ടെങ്കിലും ഒരു സ്നാക്സും മതിയല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെ വിളിച്ചാലും അന്നേരവും മെയിൻ ഫുഡാണ് കൊടുക്കുന്നത്. അത് വേറെ ഒരു വിഷയം. അതാണ് ചെലവ് കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പിന്നെ വിവാഹ വസ്ത്രങ്ങൾ, അത് വലിയൊരു വിഷയമാണ്. ജീവിതത്തിൽ ആകെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇടുന്നതാണ് വിവാഹ വസ്ത്രം. ഇപ്പൊ നിക്കാഹിന്റെ സമയത്തിടും, കുറച്ചു നേരം ഫോട്ടോ എടുക്കാനൊക്കെ ഇടും, പിന്നെ കഴിഞ്ഞു. പെണ്ണാണെങ്കിലും പെണ്ണിനും അങ്ങനെ. ഇപ്പൊ ആ വസ്ത്രത്തിന് 10,000 രൂപ 20,000 രൂപ ഒക്കെ വില വരുന്നുണ്ട്. ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അതിടേയില്ല. അപ്പൊ അതിനൊരു മാറ്റം വരുത്താം. എങ്ങനെയെന്നറിയാം? ജീവിതത്തിൽ പിന്നെയും ഇടാൻ സാധ്യതയുള്ള വിധത്തിലുള്ള വസ്ത്രമാക്കാം. അങ്ങനെ ആയാൽ നല്ല വസ്ത്രമാവാം, മനോഹരമാവാം, ഒക്കെ ആവാം. പിന്നെയും നമ്മൾ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള വസ്ത്രമാണെങ്കിൽ ആ ചെലവ് കുറക്കാം. ഇനി നിർബന്ധമായും അത് തന്നെ വേണമെങ്കിൽ, ഞാനിപ്പോൾ അടുത്ത് കുറച്ചു മുമ്പ് കുറ്റിച്ചിറയിൽ പോയപ്പോഴേ അവിടെ ഒരു ഓർഗനൈസേഷൻ, ചെറിയൊരു സംഘടന, യുവതരംഗ് എന്നാണ് അതിന്റെ പേര്. അവര് വിവാഹ വസ്ത്രങ്ങൾ, വളരെ മനോഹരമായ വിവാഹ വസ്ത്രങ്ങൾ, എല്ലാ അളവിലുമുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് അവിടെ പോയി നമുക്ക് വിവാഹത്തിന് വാങ്ങിക്കൊണ്ടുവരാം. അതിന് വാടകയില്ല. ഡ്രൈ വാഷ് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയും മതിയല്ലോ, അങ്ങനെയും മതി. അപ്പൊ എങ്ങനെയെല്ലാം നമുക്കിത് ചെലവ് കുറക്കാൻ പറ്റുമോ അത് നമ്മൾ ആലോചിക്കണം. അതൊക്കെ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നമ്മളെ ഭാര്യമാരോടും പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷം എന്നത് ഇസ്ലാമികമാക്കി മാറ്റാൻ കഴിയും. അതോടൊപ്പം തന്നെ അത് വളരെ സന്തോഷവും സമാധാനത്തിലും നടത്തി കൊണ്ടുപോകാനും പറ്റും. ഞാൻ ഈ ആളുകളെ കുറക്കണം എന്ന് പറഞ്ഞല്ലോ. ആളുകളെ കുറക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം എന്താ പറയുക? നമ്മൾ വിളിച്ച ആളുകൾക്ക് അവിടെ ഇരുത്തി അവർക്ക് സമാധാനത്തിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയണ്ടേ? അത് പലപ്പോഴും കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ വിളിച്ച ഒരാൾ കല്യാണത്തിന് വന്നിരുന്നോ ഇല്ലേ എന്ന് പോലും വിളിച്ച ആൾക്ക് ഓർക്കാൻ കഴിയാത്ത വിധം ക്രൗഡായിപ്പോവും ചിലപ്പോൾ. എനിക്ക് അനുഭവമുണ്ട്. എന്നൊരാൾ കല്യാണം വിളിച്ചു, ഞാൻ ആ കല്യാണത്തിന് പോയിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മൗലേ അന്ന് നിങ്ങൾ കല്യാണത്തിന് വന്നപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ, സാരല്ലേ, ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയില്ല എന്നുള്ളത് ഈ മനുഷ്യന് ഓർക്കാൻ പോലും കഴിയാത്ത വിധം ബേജാറിലാണ് അവിടെ നിൽക്കുന്നത്. ഗേറ്റിൽ നിന്ന് കയ്യന്ന് വിടുന്നുണ്ടാവും. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ആളുകളുടെ എണ്ണം കുറയ്ക്കുക, ചെലവ് കുറയ്ക്കുക, ഭക്ഷണത്തിന്റെ ഐറ്റം കുറയ്ക്കുക, വിവാഹ വസ്ത്രങ്ങൾ ആവശ്യത്തിന് പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാക്കുക, ആഭരണം വിവാഹത്തിന്റെ അനിവാര്യമാണ് എന്ന വിചാരം മാറ്റുക, അത് അതിൽപ്പെട്ടതല്ല എന്നതും വരുത്തുക. ഇതൊക്കെയാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഗതികൾ. ഇനിയുണ്ട് ചിലത്, നമുക്ക് ഇനിയും പറയാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم
وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഹൈറും ബറക്കത്തും കിട്ടേണ്ടതാണ്. ആ ഹൈറും ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യാനാണ് നമ്മൾ വിവാഹത്തിനൊക്കെ പോകുന്നത്. ഒന്നാമത്തെ ആവശ്യം അതാണ്. അവിടെ വെച്ച് പറയുന്നതും അതാണ്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയാണ് ഈ സംഗതി എന്നത് വിവാഹം ചെയ്യുന്ന ആളുകൾ, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, പുരുഷന്റെ ആളുകളാണെങ്കിലും സ്ത്രീയുടെ ആളുകളാണെങ്കിലും മനസ്സിലാക്കണം. അള്ളാന്റെ ബർക്കത്ത്, അള്ളാന്റെ റഹ്മത്ത്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ജീവിതമാവണം നാം നടത്തുന്നത് എന്ന്. നമ്മളിപ്പോഴുണ്ടാവുന്ന ഒരുക്കങ്ങളിൽ പലപ്പോഴും അള്ളാന്റെ ബർക്കത്തില്ലാതെ പോകുന്നതുണ്ട്. അപ്പൊ നമുക്ക് വഖ്തിന് നമസ്കരിക്കണമല്ലോ. അപ്പോൾ ലോഹർ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം. ആ സമയത്തായിരിക്കും പലപ്പോഴും കല്യാണം വരുന്നത്. അപ്പൊ കല്യാണത്തിന് ഒരുങ്ങിയിട്ടുള്ള വരനായാലും വധുവായാലും ആ രണ്ടുപേരുടെയും സഹോദരങ്ങളായാലും അവർക്ക് ഉളുവെടുക്കാൻ കഴിയാത്ത വിധത്തിൽ മേക്കപ്പിലായിരിക്കും. ഉളുവെടുത്താൽ അതൊക്കെ പോയില്ല. ആയിരക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ടല്ലേ മേക്കപ്പ്. അതെന്ത് ചെയ്യും? അതും ആലോചിക്കണം. വക്തിന് ഇപ്പൊ ഒരു പെൺകുട്ടി നമ്മൾ ഒരുക്കി നിർത്തുന്നത് ചിലർ തലേന്ന് മുതൽക്ക് തന്നെ തുടങ്ങും അനങ്ങാൻ കഴിയാത്ത മാതിരി. അവൾക്ക് ഉളുവെടുക്കണ്ടേ, അവൾക്ക് നമസ്കരിക്കണ്ടേ, ആണുങ്ങൾക്കാണെങ്കിലും അങ്ങനെ വേണ്ടേ. അപ്പൊ അത് അള്ളാന്റെ ബർക്കത്ത് കിട്ടുന്ന വിധത്തിലേക്ക് ആക്കി മാറ്റേണ്ടതാണ്. വേറെ ഒന്ന്, ഇപ്പൊ നിക്കാഹിലേക്ക് പോകുന്നു, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നൊക്കെ ഉസ്താദ് ഹംദും സലാത്തും ഒക്കെ പറഞ്ഞിട്ട് നിക്കാഹ് ചെയ്ത് ദുആ ചെയ്ത് പോരാൻ നിൽക്കുമ്പോൾ ആയിരിക്കും ഇവർ വരുന്നത് തന്നെ കോമാളിത്തം കളിച്ചുകൊണ്ടായിരിക്കും, കൂക്ക് വിളിച്ചുകൊണ്ടായിരിക്കും, പടക്കം പൊട്ടിച്ചുകൊണ്ടായിരിക്കും. അവിടെ നിന്നുകൂടാത്ത വിധത്തിലായിരിക്കും പലപ്പോഴും അനുഭവം. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ നിയന്ത്രണം, അതിപ്പോ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇപ്പം കല്യാണം. എന്ത് ചെയ്യാനാണെന്നാ? ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമ്മൾ മാക്സിമം പരിശ്രമിക്കണം. മക്കളോട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പോകണമെന്ന് പറയണം. അള്ളാന്റെ ബർക്കത്താണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന നിലക്ക് നമ്മൾ പഠിപ്പിച്ചെടുക്കണം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് രോഗം സുഖപ്പെടുത്തി കൊടുക്കണമേ. പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവെ ദൂരീകരിച്ച് തരണമേ. നമ്മുടെ ഈ പള്ളിയുടെ കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന അബ്ദുൽ അസീസ് സാഹിബ്, കോസ്റ്റൽ കോർപ്പറേഷൻ, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൾഫ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളും യുദ്ധങ്ങളും എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗകര്യം, സാഹചര്യം അള്ളാഹു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.